ഹലോ ഗായ്സ്, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് ഒരു ബൈക്ക് എന്നെ ഓവർടേക്ക് ചെയ്ത് വന്നപ്പോൾ പുള്ളി ഭയങ്കര സൗണ്ട്. അപ്പം ഞാൻ ഭയങ്കര അലോസരപ്പെടുത്തുന്ന സൗണ്ട് വെച്ച് നോക്കുമ്പോൾ നമ്മളെ യുനോ ദ സ്റ്റണ്ണിങ് ബ്യൂട്ടിഫുൾ ലെജൻഡറി ബൈക്ക് യമഹ RX 100 തന്നെയാണത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലായി പുള്ളി. അപ്പൊ ഞാൻ ബാക്കിൽ ഇരുന്നിട്ട് പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒത്തിരി പുക മാത്രല്ല ഈ സൗണ്ടും പുകയല്ലാതെ മറ്റൊന്നും കാണാനില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. ഇതൊക്കെ ആരോട് പറയും? ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇതൊരു ഇപ്പോഴും ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു സാധനം, ഈ ഒരു കമ്പി കഷ്ണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചോണം. ഭയങ്കര മോശമാണ്. കുറെ ഉണ്ട് അതില്. RX 100, 135, RX, ഷോഗണ്, സാമുറായി, പിന്നെ തുടങ്ങി കുറെ മോഡൽസ്. RD 350, അതൊക്കെ പിന്നെയും കുറച്ചൊക്കെ റയറാണ് കാണല്. ഈ RX 100 135 RX കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് ജനങ്ങള്. ഇതൊന്നും പറയാൻ ആരോട് പറയും? അപ്പൊ ഇത് ഇത് ഉപയോഗിക്കുന്നോണ്ട് കുഴപ്പമില്ല. അത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ട രീതിയിലുള്ള ഓയില് കറക്റ്റ് അളവിൽ മിക്സ് ചെയ്യണം. നല്ല ഗ്രേഡ് ഓയിൽ ഒഴിക്കണം. ഇതൊന്നും ഒഴിക്കാണ്ട് ഈ പുകയും പടർത്തി ഇങ്ങനെ നടക്കുകയാണ്. RX 100 എന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളില്. അതൊക്കെ പോയി. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. വെറുതെ പെട്രോൾ അടിച്ചിട്ട് ഇങ്ങനെ പണം തീരുക എന്നല്ലാണ്ട് ഇതൊക്കെ ഉപയോഗിക്കുന്ന കുറെ പൈസ ഉള്ള ആളുകൾക്ക് ഇതൊക്കെ ഒന്ന് എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച് പോളിഷൊക്കെ ചെയ്ത് അവിടെ ഇവിടെയും ഷോക്കേസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ കാണാനൊക്കെ വെക്കാം എന്നല്ലാണ്ട് വല്ലപ്പോഴും ഒക്കെ എടുത്തൊന്ന് ഉപയോഗിക്കാനും ഒന്ന് പെരുമാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ എന്നല്ലാതെ ഇതൊരു ഡെയിലി പർപ്പസിന് ഡെയിലി നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ബൈക്ക് അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തില്. അതൊന്നും മനസ്സിലാക്ക്. എനിക്കറിയില്ല എന്തിനാണ് ഈ ബൈക്ക് മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുന്നതെന്ന്. ഒരു കമ്പി കഷ്ണം അതിങ്ങനെ കുറെ സൗണ്ട് ഉണ്ടാക്കും, അതുപോലെ കുറെ പുകയും വമിക്കും. അതിൽ നിന്ന് പൊഴിയുന്ന അമൃതാണല്ലോ. ഈ പുകയെ ശ്വസിച്ചിട്ട് ഈ കണ്ട രോഗം വിളിച്ചു വരുത്തി ഈ ആളുകൾ മുഴുവൻ അതിന്റെ ബാക്കിലൂടെ ഇങ്ങനെ പോണം. ഇവന്മാരിങ്ങനെ പറക്കുക. എന്തൊരു കഷ്ടാ നോക്കണേ. മെയിനായിട്ട് ഇത് എടുക്കുന്ന സ്റ്റുഡൻസാ. എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ വാഹനം എടുത്തിട്ട് ഇങ്ങനെ ദുരിതത്തിൽ അകപ്പെടുന്നതെന്ന്. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് ആ വണ്ടിക്ക്. അല്ലെ നിങ്ങൾ പറ അതിന് മെയിൻ്റനൻസ് ഇല്ലാന്ന്. ഹൈ മെയിൻ്റനൻസ് ഉള്ള വണ്ടിയാ. എന്തിനെടുക്കണം അത്? എന്തിനാ അത് എടുത്തിട്ടുള്ളത്? വെറുതെ കാണിക്കാൻ, ആൾക്കാരെ കാണിക്കാൻ, ഇതിങ്ങനെ റോട്ടിലൂടെ പടക്കം പൊട്ടിക്കാൻ, കുറെ പുക. ഇവരറിയുന്നില്ലല്ലോ. അതിന്റെ പുറത്ത് കയറി ഇരുന്ന് പോവല്ലേ, സവാരി ചെയ്യല്ലേ. ഈ പുക മുഴുവൻ തിന്നുന്നത് ബാക്കിലൂടെ പോകുന്ന മനുഷ്യന്മാരാണ്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, പ്ലീസ് ദയവ് ചെയ്ത് ഈ വാഹനം ഒന്ന് ഉപയോഗിക്കുന്ന കുറക്കുക. ഞങ്ങള് ഇതുള്ളവരൊന്ന് ഡെയിലി ഇത് ഉപയോഗിക്കുന്നതൊന്ന് നിർത്തുക. അത്രയും പൊല്യൂഷനാണ്. നോയിസ് പൊല്യൂഷനും സ്മോക്ക് പൊല്യൂഷനും എയർ പൊല്യൂഷനും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ് ഇതുകൊണ്ട്. സോ ദയവ് ചെയ്ത് ഈ വാഹനം എന്താ പറയാ ഇതിനെ സ്നേഹിക്കുന്ന ആൾക്കാരെ കൂടെ നിങ്ങൾ വെറുപ്പിക്കരുത്. വെറുതെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് ഇങ്ങനെ പുകയും പടർത്തി മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ എല്ലാരും ശാപം വാങ്ങിയിട്ട് എങ്ങോട്ടായി പോകുന്നേ ബൈക്കും കൊണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോ ഈ വാഹനം ഉണ്ട്, നല്ല പണി തരുന്നുണ്ട്, ഓരോ ദിവസം ഓരോ പണിയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ആ വാഹനം ഇനി പുറത്തേക്ക് എടുക്കണ്ട. അത് ചവിട്ടി തള്ളി വേറെ വല്ല തോട്ടിലേക്കോ ആറ്റിലേക്കോ അങ്ങ് മറിച്ചിട്ടേക്ക്. അല്ലെങ്കിൽ അവിടെ വീട്ടിൽ കിടക്കട്ടെ, തുരുമ്പെടുത്ത് പോയാലും വേണ്ടില്ല. അല്ല ഇനിയിപ്പോ നിങ്ങൾക്ക് അത് ഷോക്കേസിൽ വെക്കണം എന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും എണ്ണയോ ഒക്കെ എന്തെങ്കിലും പുരട്ടിയിട്ട് തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചേക്ക്. വെറുതെ ആ സാധനം എടുക്കല്ലേ ഇനി. മതിയായി. എന്തൊരു പുകയാ വരുന്നതെന്നോ.
ട്രാഫിക്കിൽ ഒരുത്തും ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുക, ഇത് ഈ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട്, ഇതാണെങ്കിൽ പെട്ടെന്ന് ഓഫായി പോകുന്നതിനെ കൊണ്ട് ഇയാൾ ഇങ്ങനെ റേസാക്കി പിടിക്കുമ്പോ ഈ പുക വന്നിട്ട് ഇങ്ങനെ എന്താ പറയാ, ഞാൻ എന്റെ വണ്ടിമെന്ന് ഇറങ്ങിയിട്ട് ചവിട്ടി തള്ളിയിട്ടാലോ എന്ന് വിചാരിച്ചു. പിന്നെ അതങ്ങോട്ട് സഹിച്ച്. എന്തിന് നമ്മൾ ഇതൊക്കെ സഹിക്കണം? എനിക്ക് അറിയാൻ പാടില്ല. ദയവ് ചെയ്ത് ഇതൊന്ന് മനസ്സിലാക്കുക. ഇത് ഉപയോഗിക്കുന്ന ആളുകൾ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എന്നാൽ തന്നെ കുറേയൊക്കെ സ്മോക്ക് കുറയും. നല്ല രീതിയിൽ എഞ്ചിൻ പണി എടുക്കുക, അതുപോലെ ഓയിൽ കറക്റ്റായിട്ട് മിക്സ് ചെയ്യുക, നല്ല ഗ്രേഡ് ഓയിൽ ഒഴിക്കുക, പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ തന്നെ സ്മോക്ക് ഒരു പരിധി വരെ കുറയും. പിന്നെ നോയ്സിന്റെ കാര്യം, അത് സ്റ്റോക്ക് സൈലൻസർ ഉപയോഗിക്കുക, അല്ലാതെ സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം സൈലൻസർ ഫിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഒഴിവാക്കി. എന്തൊരു കഷ്ടമാണ്. നിർത്തേണ്ട സമയമായി. ഈ വണ്ടിയൊക്കെ അതൊന്നും ഇനി ഇല്ല. അതൊക്കെ ഒരു കഥയാവട്ടെ. അത് ഇനി കഥയിൽ പറയാം. എന്തിനാ അതിങ്ങനെ പിന്നെയും അതിന്റെ മരിച്ചുപോയ വണ്ടീനെയൊക്കെ എടുത്തിട്ട് പുനർജീവിപ്പിച്ചിട്ട് ഈ പുകയും പൊട്ടി പടക്കം പൊട്ടലും ഒക്കെ ആയിട്ട് റോഡിൽ കൂടെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഇത് എടുത്തു വെച്ചിട്ട് വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെ. വല്ല മീൻ വാങ്ങാനോ അരിയും സാധനവും മേടിക്കാനോ ഒക്കെ പോവാം വല്ലപ്പോഴും. അല്ലാണ്ട് ഈ ഡെയിലി കോളേജിൽ പോകാനും മറ്റേ ഓഫീസിൽ പോകാനും ഇത് ഉപയോഗിക്കുന്നത് ബാക്കിയുള്ളവർക്കും ഒക്കെ ബുദ്ധിമുട്ടാണ്. വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ.